തൃശ്ശൂരിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജന്മനാ ആസ്മയുമായി ജനിച്ച കുട്ടിക്ക് അച്ഛനമ്മമാർ ഉണ്ണികൃഷ്ണ മുകുന്ദൻ എന്ന് പേരിട്ടു. ഗുജറാത്തിൽ വളർന്ന ഉണ്ണിയുടെ സ്കൂൾ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ജന്മനായുള്ള ആസ്മ സമ്മാനിച്ചത് മെലിഞ്ഞുണങ്ങിയ ശരീരമായിരുന്നു. കാറ്റടിക്കുമ്പോൾ ദേഹത്ത് ഇളകിയാടുന്ന ഉടുപ്പ് കാരണം സ്കൂളിൽ ഹാങ്ങർ എന്ന് വിളിപ്പേര് വീണു. ശരീരത്തിലെ കുറഞ്ഞ പ്രതിരോധശേഷി കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന അസുഖങ്ങൾ ഉണ്ണിമുകുന്ദനെ വീർപ്പുമുട്ടിച്ചു. കൂടാതെ കഴിച്ച മരുന്നുകളുടെ ഫലമായുണ്ടായ ക്ഷീണവും ഓർമ്മക്കുറവും ഉണ്ണിയെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഉണ്ണി പരീക്ഷകളിൽ തോൽക്കാൻ തുടങ്ങി. പരിഹാസവും കളിയാക്കലുകളും കാരണം അപകർഷതാബോധം പിടിമുറുക്കിയ ആ 8ാം ക്ലാസ്സുകാരനോട് അമ്മയാണ് പറഞ്ഞത് വ്യായാമം ചെയ്യാൻ. ദിവസവും 4:30-ക്ക് അമ്മ ഉണ്ണിയെ വിളിച്ചുണർത്താൻ തുടങ്ങി. തലേന്ന് ചെയ്തതിനേക്കാളും ഒരെണ്ണം എങ്കിലും കൂടുതൽ ചെയ്യുക എന്ന വാശിയോടെ ഉണ്ണി തൻ്റെ ശരീരം മെച്ചപ്പെടുത്തി. അസുഖങ്ങളൊന്നും പിന്നെ അങ്ങോട്ട് വരാതെയായി. വൈകാതെ ആ പരിശ്രമം ഉണ്ണിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ഗുജറാത്തിൽ അസോസിയേഷൻ പരിപാടികളിൽ അഭിനയിച്ച് പ്രൈസ് വാങ്ങിയ ഉണ്ണി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. പഠിക്കുന്ന സ്കൂളിൻ്റെ മുമ്പിലുള്ള തിയേറ്ററിൽ എന്നെങ്കിലും തൻ്റെ സിനിമ റിലീസാകുന്നത് ഉണ്ണി സ്വപ്നം കണ്ടു. കോളേജ് ചേർന്ന് 3 മാസത്തിനു ശേഷം പഠനം ഉപേക്ഷിച്ച് ഉണ്ണി ജോലിക്ക് പോകാൻ തുടങ്ങി. എന്നാൽ സിനിമാ മോഹം കൂടുതൽ കാലം ജോലിയിൽ തുടരാൻ അനുവദിച്ചില്ല. മലയാളത്തിലെ മഹാനായ സിനിമാക്കാരൻ ലോഹിതദാസിൻ്റെ വിലാസം കിട്ടിയ ഉണ്ണി അദ്ദേഹത്തിന് കത്തയച്ചു. ഉണ്ണിയുടെ കൈയക്ഷരം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഉണ്ണിയെ നേരിട്ട് കാണാൻ ക്ഷണിക്കുന്നത്. അങ്ങനെ ഉണ്ണി ലോഹിതദാസിൻ്റെ സഹസംവിധായകനായി. ലോഹിതദാസിൻ്റെ നിവേദ്യം എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കാൻ ഉണ്ണിയോട് പറഞ്ഞെങ്കിലും അപ്പോൾ താൽപ്പര്യം സംവിധാനമായിരുന്നത് കൊണ്ട് ചെയ്തില്ല. 2.5 വർഷത്തോളം ഉണ്ണി ലോഹിതദാസിൻ്റെ സഹസംവിധായകനായി. ഉണ്ണിക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് തോന്നിയ അദ്ദേഹം പിന്നീട് ഭീഷ്മ എന്നൊരു സിനിമ പ്ലാൻ ചെയ്തപ്പോൾ അതിൽ വേഷം നൽകാൻ തീരുമാനിച്ചു. ഉണ്ണി കഥാപാത്രത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. എന്നാൽ മലയാള സിനിമയ്ക്ക് വിടവ് സമ്മാനിച്ച് ലോഹിതദാസ് ലോകം വിട്ടുപോയി. ഗുരുവിൻ്റെ മരണം ഉണ്ണിയെ തകർത്തു. വേർപാടിൻ്റെ വേദനയും സിനിമയിൽ മറ്റാരെയും അറിയില്ലെന്ന ശൂന്യതയും അദ്ദേഹത്തെ പൊതിഞ്ഞു. ഭീഷ്മ സിനിമ മാറ്റിവെക്കപ്പെട്ടു. വരുമാനമില്ലാത്ത സുഹൃത്തുക്കളോടൊപ്പം അവരുടെ ചെലവിൽ ഉണ്ണി ദിവസങ്ങൾ തള്ളി നീക്കി. സിനിമയിലേക്ക് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിരാശയും വിഷാദവും പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിപ്പിച്ചു. എന്നാൽ ജീവിതം ഉപേക്ഷിക്കാതെ സിനിമ ഉപേക്ഷിച്ച ഉണ്ണി പട്ടാളത്തിൽ ചേരാൻ തീരുമാനിച്ചു. പക്ഷേ അല്പം വൈകിയെങ്കിലും തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലം ഉണ്ണിയെ തേടിയെത്തി. നന്ദനത്തിൻ്റെ തമിഴ് റീമേക്കിൽ ഉണ്ണിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി. ബോംബെ മാർച്ച് 12 ആയിരുന്നു മലയാളത്തിൽ റിലീസായ ഉണ്ണിയുടെ ആദ്യ സിനിമ. ഈ ചിത്രത്തിലൂടെ ഉണ്ണികൃഷ്ണൻ മുകുന്ദൻ ഉണ്ണി മുകുന്ദനായി. തൻ്റെ 5ാമത്തെ ചിത്രം മല്ലു സിംഗ് ഉണ്ണിയുടെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ നഷ്ടപ്പെടാത്ത നിശ്ചയദാർഢ്യം ഇന്ന് ഒരുപാട് ദൂരം താണ്ടിയിരിക്കുന്നു. മലയാളത്തിൽ ഡബ് ചെയ്യാൻ കഴിയില്ല എന്ന് കളിയാക്കപ്പെട്ടയാൾ തെലുങ്കിൽ വരെ സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്തു. സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതി, പാടി. തൻ്റെ ഫിറ്റായ ശരീരം കാരണം നഷ്ടപ്പെട്ട ഒരുപാട് അവസരങ്ങളിൽ പണ്ട് രോഗബാധിതനായി മെലിഞ്ഞുണങ്ങിയ ഒരു സ്കൂൾ കുട്ടിക്ക് നിരാശനാകാൻ കഴിയുമായിരുന്നില്ല. വിജയിക്കാൻ കൂട്ടത്തിലെ ഏറ്റവും വലിയ സുന്ദരനോ ബുദ്ധിമാനോ ഒന്നും ആകണ്ട, കൂട്ടത്തിലെ വലിയ കഠിനാധ്വാനി ആയാൽ മതി എന്ന് ഉണ്ണി കാണിച്ചു തരുന്നു. ആ പരിശ്രമത്തിൻ്റെ വലിയ വിജയങ്ങൾ ഇനി വരാൻ ഇരിക്കുന്നതേയുള്ളൂ.